അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും യാത്രയാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് കോഴിക്കോട്. വെക്കേഷന് വേണ്ടി പോവാണ്. വിഷു ഒക്കെ കഴിഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് എന്തോ കുറച്ച് കാര്യങ്ങളുകൊണ്ട് നമുക്ക് വിഷുവിനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസങ്ങളിലാണ് പോകുന്നത് കേട്ടോ. പെസവ്യാഴം വൈകുന്നേരം 6 മണിൻ്റെ ട്രെയിനിന് വേണം. ഞങ്ങൾ ഒരു 5:30 ആകുമ്പോഴത്തേക്ക്, ഒരു 5:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായേ. ഇത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കണം. ഭയങ്കര തിരക്കായിരുന്നു. ജോലിക്കാരും ഒക്കെ ഈവനിങ്ങിൽ പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു, കാരണം ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു ആ ട്രെയിനിൽ. നമ്മളൊരു ഏകദേശം തൃശ്ശൂർ വരെയെങ്കിലും കുറഞ്ഞത് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇനിയൊരു 3-4 ദിവസം, ഒരാഴ്ചയോളം അവിടെ നിൽക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 3-4 ദിവസമാണ് ഏട്ടന് ജോലി ഒഴിവുള്ളൂ. നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വരും. അപ്പോൾ അപ്പുറത്തെ ട്രാക്കിൽ കൂടി ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്താ പറയുക, അവിടെ അതിൽ കൂടി ട്രെയിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ 6:30 കറക്റ്റ് 6:30 തന്നെ ഞങ്ങളുടെ ട്രെയിൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കറക്റ്റ് 6:30 തന്നെ വന്നു. ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ വന്നു നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു. കുറേ ആൾക്കാർ അതിന് മുന്നേ വന്ന ട്രെയിനൊക്കെ കയറിപ്പോയി, എന്നാലും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോൾ ഒരു 6:30, ഏകദേശം ഒരു രാത്രി 11 മണിയോട് കൂടി അവിടെ എത്തും. കോഴിക്കോടേക്ക് എത്തും. കോഴിക്കോടല്ല, പയ്യോളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തും. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ കൈയൊക്കെ കാണിച്ചു, ഞാൻ ട്രെയിൻ നിർത്തുകയെന്ന് പറഞ്ഞ ആൾ നിൽക്കേണ്ട. എപ്പോഴും ട്രെയിൻ കാണുമ്പോൾ പറയുന്നോട് ഞാൻ കൈ കാണിച്ച് നിർത്തട്ടെ. പിന്നെ ഞങ്ങൾ എല്ലാം റെഡിയായി ട്രെയിനിൽ കയറാനുള്ള സെറ്റപ്പിലാണ്. ട്രെയിനിൽ കയറിയപ്പോൾ ഫുള്ള് ബാഗേജാണ്, ലഗേജുകളാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ കണ്ടില്ലേ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇരിക്കാനൊന്നും ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു. അപ്പം ഞാൻ ആരെയും കാണാതെ, കാണുന്നത് ഉണ്ടാകുമായിരിക്കും, എന്നെ നോക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇങ്ങനെ 10 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വിശക്കുമെന്ന് പറഞ്ഞ ഒരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിരി നേരം കഴിഞ്ഞാൽ സീറ്റൊക്കെ കിട്ടിയിട്ടാണ്. ഇപ്പോഴാണ് വാങ്ങിച്ചത്. നമുക്ക് ഷൊർണൂരിനെ കാത്തിരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ കുപ്പിവെള്ളം ഉണ്ടായിരുന്നില്ല. വാങ്ങാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ പോട്ടെ, മതി, സാരില്ല. ഞങ്ങൾ ഷൊർണൂർ എത്തിയപ്പോൾ അവർ രണ്ടാളും കഴിച്ചു. ഞങ്ങൾ ഉഴുന്നുവട അങ്ങനെയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പിന്നെ അവസാനം ഞങ്ങളൊരു 11 മണിയാകുമ്പോഴത്തേക്ക് പയ്യോളി എത്തിയിട്ടാണ്. എൻ്റെ വീട് ഹോം ടൗൺ എന്ന് പറയാം, പയ്യോളി. പ്രോപ്പർ പയ്യോളി അല്ല, അവിടെ നിന്ന് ഇച്ചിരി പോകണം. തിക്കോടി എന്ന് പറഞ്ഞൊരു 10 മിനിറ്റിന് ട്രാവലുണ്ട്. അപ്പോഴത്തേക്കാണ് ഏട്ടനും നാത്തൂനൊക്കെ വന്ന് റെഡി ആയിരിക്കുന്നുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ വണ്ടിയിൽ കയറി വെക്കാനുള്ള കേട്ടോ. 11 മണി സമയമാണ്. ഏട്ടനും നാത്തൂൻ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. 2 ആളും ഉറങ്ങാണ്ടിരുന്നു കുട്ടികൾ, ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം. ടൈം കണ്ടില്ലേ, 12:48 AM ആയിട്ടാണ്. ഞങ്ങളിന്ന് അന്ന് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വർത്തനൊക്കെ പറഞ്ഞിരുന്നു. നേരം കുറേ പോയി, 1 മണിയെല്ലായപ്പോൾ കിടന്നുറങ്ങിയത്. പിന്നെ ഇത് അടുത്ത ദിവസം രാവിലെയാണ്. എല്ലാവരും കളി തുടങ്ങി. ഏട്ടൻ്റെ കുട്ടികൾ, എൻ്റെ കുട്ടികൾ, ഇനി ചേച്ചീൻ്റെ കുട്ടികൾ വരുന്നുണ്ടായി. ഞങ്ങൾ പോയതിൻ്റെ അടുത്ത ദിവസമായിരുന്നു കേട്ടോ അവർ വന്നത്. ഇപ്പോൾ ഇവരൊക്കെ കൂടി ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ കിച്ചണിലുണ്ട്, ഇഡ്ഡലിയാണ് ആക്കുന്നത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ആണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ചായ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഫുഡ്, ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിച്ചു. അങ്ങനെ കുഞ്ഞു മോൾക്ക് ഞാനായിരുന്നു ഭക്ഷണം കൊടുത്തത്. ഏട്ടൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് ഞാനായിരുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പുട്ടും കടലക്കറിയാണ്. ഇഡ്ഡലി കുട്ടികൾക്കൊക്കെ വായ്പ കൊടുത്തു. പിന്നെ ഞങ്ങൾ പുട്ടും കടലക്കറി, തേങ്ങ അരച്ചിട്ട് വെക്കുന്ന കടലക്കറി. എന്നിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് അമ്മയുടെ കടലക്കറി. ഞാൻ ഉണ്ടാക്കിയാലൊരു ടേസ്റ്റാണ്, പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അമ്മമ്മയുടെ പുട്ടും കടലക്കറിയും കഴിക്കണം എന്നാണ് അവർ പറയുക. പിന്നെ ഇത് റവ പുട്ടാണ് കേട്ടോ. റവ കൊണ്ട് പുട്ടുണ്ടാക്കുന്നവരുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടൊക്കെ ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ. റവ കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ കടലക്കറിയാണേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കടപ്പുറത്തുനിന്ന് കിട്ടി. ഇതാണ് കേട്ടോ. ഇതാണ് കൊയല എന്ന് പറയും നമ്മൾ. ഇതിൻ്റെ മുള്ള് പച്ച മുള്ളാണ്. അതുപോലെ ഇങ്ങനെ നീണ്ട ചുണ്ടരിങ്ങ് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ സൈസാണ് ഈ പച്ച കളറായിരിക്കുന്നത്. പിന്നെ നമ്മുടെ അയല, അങ്ങനത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ ഞങ്ങൾ ഈ പ്രാവശ്യം മീനൊക്കെ കുറവായിരുന്നു. അധികം മീൻ കഴിക്കാനാണ് പോകുന്നത്, പക്ഷേ മീനൊക്കെ കുറവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടിവിയുടെ റിമോട്ട് ശോകമായിരുന്നു കേട്ടോ. റിമോട്ട് ഇതെങ്ങനെ പെന്നോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുത്തിയൊക്കെ വെച്ചിട്ട് വേണം അത് ഓണാക്കാൻ വേണ്ടി, ടി വി ഒന്ന് ഓണാക്കി കിട്ടാൻ വേണ്ടി. പക്ഷെ അന്ന് തന്നെ പറഞ്ഞിട്ട് എല്ലാവരും വന്നതല്ലേ, ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ, ടി വി ഇനി ഇതാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം റിമോട്ട് പുതിയ വാങ്ങിച്ചു. അത് വേറെ കാര്യം. പിന്നെ ഇതാണ് കേട്ടോ അമ്മയുടെ കടലക്കറി. അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ പുട്ടും കടലക്കറി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചെറിയൊരു മോളുണ്ട്, അപ്പോൾ അവളെ നോക്കണം. ഇവരൊക്കെ അങ്ങ് കളിച്ചോളും. നല്ല രസമാണ് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ. എന്തായാലും വല്ലപ്പോഴും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. ഏട്ടൻ ഷിപ്പിലാണ്, ആൾ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ വെക്കേഷൻ ഇവിടെ ഉണ്ട്. പിന്നെ നാത്തൂനുണ്ട്, അവൾ ജോലിക്ക് പോയി. ഞങ്ങൾ പോയി അടുത്ത ദിവസം മുതൽ അവൾ ജോലിക്ക് പോയി തുടങ്ങി, വക്കീലാണ്. അപ്പോൾ ഇപ്പം
കുറച്ചൊരു എന്താണ് പറയുക, പ്രസവമൊക്കെ കഴിഞ്ഞ് ഭാവിക്കൊരു 1 വയസ്സാകുന്നവരെ കാത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ അടുത്ത ദിവസം മുതൽ അവൾ പോയി തുടങ്ങിട്ടാ. ഈ പുട്ട് വായേന്ന് എടുക്കുന്നത് തേങ്ങയുടെ നാരാണ്. തേങ്ങയുടെ നാര് കുടുങ്ങിയിടോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണത് എന്നോട്. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ പിന്നെ പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഈ സംഭവം ആരെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് നമ്മുടെ കാലത്ത് നമ്മൾ വീഡിയോ ഗെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിച്ചിരുന്നത്. ഇത് കളിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. അന്ന് നമ്മുടെയൊക്കെ ഭയങ്കര ഞാനൊക്കെ എങ്ങനെയായിരുന്നു, അന്ന് നമുക്ക് TV ഫോണും മറ്റൊന്നും ഇല്ലല്ലോ, ഭയങ്കര അഡിക്ഷനായിരുന്നു ഈ ഗെയിമിനോട്. അപ്പോൾ അതുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അതാണ് ഈ മോളിങ്ങനെ കുത്തിക്കൊണ്ട് കളിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഗെയിം ആ സമയത്തൊക്കെ കളിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും TV ഫോണും മാത്രം മതി. പിന്നെ അടുത്ത എൻ്റെ ഊഴാണ് കേട്ടോ പുട്ട്. റവ പുട്ടും കടലക്കറിയും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് അമ്മയുടെ ഈ ഇങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ. ഇന്ന് എനിക്ക് അമ്മയുടെ ഫുഡാകുമ്പോൾ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റ് ഇഷ്ടം തന്നെയാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അളിയനും കൂടി പുറത്ത് പോയി. ചേട്ടൻ നടന്നു പോയി, എൻ്റെ ഹസ്ബൻഡ് വണ്ടി എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളിങ്ങനെ മുറ്റത്തുനിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ ഉണ്ടാവുക രാവിലെ തന്നെ. നല്ല രസമാണതാ. നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നുമല്ല, നല്ലൊരു ചെറിയ കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നമുക്കിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. വെയിലൊന്നും അധികം ഉണ്ടാവില്ലേ. പിന്നെ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ, ഇത് സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ഇത് എൻ്റെ ഏട്ടൻ്റെ കുട്ടിക്ക് ഏത് സമയം വണ്ടിക്ക് ഇങ്ങനെ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ഇങ്ങനെ വണ്ടിപ്രാന്താണ് അവന്. അവസാനം അവർ ഇപ്രാവശ്യം വാങ്ങിച്ചു കൊടുത്താണ് ഒരു സ്റ്റിയറിംഗ് ആയിട്ട്. അതിങ്ങനെ ഗ്ലാസ് ചില്ലുമേൽ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തത് അളിയനും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാധനങ്ങൾ ഇവർ എന്നെ നന്നാക്കി തരികയാണ്. വെച്ചത് ഞാനും നാത്തൂനും കൂടിയാണ്. ഞാൻ റൈസ് വെച്ചു, നാത്തൂൻ ചിക്കൻ വെച്ചു, മസാല ഉണ്ടാക്കി. ഏട്ടൻ അതിൻ്റെ മസാലകളൊക്കെ മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഹസ്ബൻഡ് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി അങ്ങനത്തെ പണികൾ. അപ്പം അങ്ങനെ രണ്ടാൾ ഷെയർ ഇട്ട് ചെയ്യണം. അതുപോലെ ഞാനും നാത്തൂനും ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങളുടേതായ ജോലികൾ ഞങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണല്ലോ ഇങ്ങനെ വന്നാൽ എല്ലാവരും കൂടി ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ. നല്ല പെട്ടെന്ന് എല്ലാം കഴിയുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള സമയം നമുക്കിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വന്ന് പിന്നെ അടുത്ത് നമുക്കിനി കറിയിലേക്കെല്ലാം പോകും. ഇതാണ് മസാല ഉണ്ടാക്കുകയാണ്. നമ്മുടെ അവിടുത്തെ സ്റ്റൈലിൽ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് മലബാർ ബിരിയാണീൻ്റെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നാത്തിന് അടിപൊളിയായിട്ട് വെക്കും ബിരിയാണിയും കാര്യങ്ങളൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടാവും വെക്കുന്നത്. അപ്പോൾ ഞാനവിടെ റൈസിൻ്റെ പണിയും ഇവളിവിടെ പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മസാല ഒക്കെ കൂട്ടിയിട്ട് ഞാനതിൻ്റെ കറക്റ്റ് ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ചോറ് വെക്കുന്ന തിരക്കിൽ ഈ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയിൽ കുട്ടികളെയൊക്കെ നോക്കണമായിരുന്നു. പിന്നെ ഏകദേശം ചെറിയ ബൈറ്റ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. ഏട്ടൻ്റെ മക്കൾ എൻ്റെ സ്വന്തമല്ല, എൻ്റെ കസിൻ ബ്രദറിൻ്റെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ അന്ന് ഉച്ചയ്ക്ക് ചോറ് തന്നെ ഉണ്ടായിരുന്നു. അവരെ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ അമ്മ കഴിക്കുന്നുണ്ട്, അച്ഛൻ കഴിക്കും, എല്ലാവരും കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ രാവിലെ അലക്കിയിട്ട തുണികളും മടക്കലും പിടിക്കലും അതിൻ്റെ ഇടയിൽ എല്ലാവരും മുറ്റത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഞങ്ങൾ മുറ്റത്തിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കാൻ വർത്തമാനം പറയും. അതൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടാണ്. മാമിമാർ, മേമ്മമാർ, അച്ഛൻ്റെ ചേച്ചി, അച്ഛൻ്റെ അനിയത്തി, അവരുടെയൊക്കെ വീടുകളാണ് കേട്ടോ ഈ കാണുന്ന വീടുകളൊക്കെ. അപ്പോൾ എല്ലാവരും വരും ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ വിഷു ഒക്കെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ വരുന്ന പറഞ്ഞപ്പോൾ ഏട്ടൻ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതായി സന്ധ്യ വാങ്ങിയപ്പോൾ തന്നെ എല്ലാവരും തുടങ്ങി പടക്കം പൊട്ടിക്കലും ഒക്കെ. നല്ല രസമായിരുന്നു എല്ലാവരും കൂടി. ഇവിടെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ അതൊരു വേറൊരു വൈബാണല്ലോ. പിന്നെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയി. ഇനിയിപ്പം വെയിറ്റിംഗ് ആണ്. ചേച്ചീൻ്റെ മക്കൾ വരണം. അവർ നാളെ കഴിഞ്ഞ് അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കൂടി വന്നാൽ അത് അടിപൊളിയായി. ഇപ്പോൾ തന്നെ ഓൾറെഡി 4 മക്കളുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ. എൻ്റെ കുട്ടികളും ഏട്ടൻ്റെ കുട്ടികളും അവരും കൂടി വന്ന് 6 ആളായി. ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ കാണുമ്പോൾ അടിയും ബഹളമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അങ്ങനെ പിന്നെ ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ മോൻ വന്ന് സ്റ്റിയറിംഗ് എടുത്ത് കാണിച്ചു കേട്ടോ. എനിക്ക് കണ്ടില്ലേ, അടിപൊളിയല്ലേ. ട്രാഫിക്കിൻ്റെ സിഗ്നൽ എന്താ പറയുക, ലൈറ്റ്, അങ്ങനെ ഓരോ ലൈറ്റും അതിൻ്റെ ഹോണും ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുത്തു. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും അങ്ങനെയൊക്കെ ഓരോന്നുണ്ടായിരുന്നു.
ഇതെനിക്ക് എന്നാലും ഇഷ്ടപ്പെട്ടിട്ട്. ഇതിപ്പോൾ ലാസ്റ്റ് അവന് വണ്ടികളൊക്കെ വാങ്ങിച്ചു മോന് ഉണ്ട്. ഏട്ടൻ്റെ കുട്ടീൻ്റെ ഒരുപാട് കാറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ സ്റ്റിയറിങ് അതാക്കുന്ന ആൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഈ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ ഇവർ. ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു അവന്. പിന്നെ അതിന് ശേഷം ഒരു വീട് താമസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ അമ്മായിയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ. ചോറും പരിപ്പും കുമ്പളവും കറിയും മീൻ കറി, പൊരിച്ച മീൻ, ഉപ്പേരി, ഇതൊക്കെ ഞാനൊരു പ്ലേറ്റിലിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പച്ച മുള്ളാണെന്ന് പറഞ്ഞില്ല ആ മീനിന്, അതാണ് കേട്ടോ ഇത്. ലൈറ്റ് കണ്ട പച്ച കളറായിട്ട് ഇങ്ങനെ, അതും ഭയങ്കര കട്ടിയുള്ള മുള്ളാണ് കേട്ടോ. അത് കുടുങ്ങാതൊക്കെ നോക്കണം തൊണ്ടയിലൊക്കെ. നല്ല ടേസ്റ്റുള്ള മീനുമാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ തിന്നു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ മുറ്റത്ത് നമ്മുടെ കുഞ്ഞു ഉടുമ്പനില്ലേ, ഉടുമ്പ് അതിൻ്റെ തലയാണ് കാണുന്നത്. അതിൻ്റെ വാലാണ് പൈപ്പിൻ്റെ അവിടെ ചുരുണ്ടിരിക്കുന്നത്. കാക്ക ഇങ്ങനെ കൊത്തി വലിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ആക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോഴത്തേക്ക് ഉടുമ്പിൻ്റെ പാട്ടിന് പോയി. എന്നാൽ എവിടെയൊക്കെയോ വാലൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ പൈപ്പാണ്. പക്ഷേ പൈപ്പിൽ 6 മാസം കഴിഞ്ഞിട്ട് വെള്ളം വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഐഡിയ ഇല്ല, വരുമോ ഇല്ലയോ എന്നൊന്നും. നമ്മുടെ വീട്ടിലും കുത്തിയിട്ടൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും വന്നു സംസാരിച്ചിരിക്കുകയാണ്. മേമ, അമ്മാമിമാർ, അമ്മായി, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഒന്ന് ബീച്ചിലോട്ട് പോയിട്ടുണ്ടായി. ബീച്ചിൽ പോയ സമയത്ത് എടുത്താണ് ഇതെന്താ ഈത്തപ്പഴം പൊരിച്ചതെന്ന് പറയും. നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഴിക്കോട് പിന്നെ പൊതുവേ പലഹാരങ്ങൾ കൂടുതലാണല്ലോ. അതിന് ഒന്ന് വെറുതെ ഒന്ന് പുറത്തിങ്ങനെ പോയി കറങ്ങി ബീച്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊക്കെ വന്നിട്ടുണ്ടായി. ഇനിയിപ്പോൾ നാളെ നല്ലോണം പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായി ഞങ്ങൾ. അതിന് ശേഷം വന്നതിന് ശേഷം എല്ലാവരും കിടത്തവും അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങനെ കിടക്കണം. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.